بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد ഇൻഷാ അല്ലാഹ് എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ നമ്മൾ നടത്താറുള്ള ലൈവ് ഓൺലൈൻ ദർസാണ് ഇഹ്യാ ഉലൂമുദ്ദീൻ ആണ് നമ്മുടെ വിഷയം. ഇൻഷാ അല്ലാഹ് കിതാബ് ഷെയറിംഗിലേക്ക് കൊണ്ടുവരുന്നു, കിതാബ് സ്ക്രീനിലേക്ക് കൊണ്ടുവരുന്നു. വതുർഖു സലഫി ഖദ് ഇഖ്തലഫത് ഫീ ഇദ്ഹാരിൽ ബുഗ്ദി. ബുഗ്ദിനെ കുറിച്ചാണ് നമ്മൾ അന്ന് ചർച്ച ചെയ്തത്. മഹാന്മാരുടെ പാത അത് തുർഖു സലഫി ഖദ് ഇഖ്തലഫത്, അത് വ്യത്യസ്തമാണ്. ഫീ ഇദ്ഹാരിൽ ബുഗ്ദി, ദേഷ്യം പ്രകടിപ്പിക്കുക എന്ന വിഷയത്തിൽ വ്യത്യസ്തമാണ്. മാ അഹ്ലിൽ മആസി, മാ അഹ്ലിൽ മആസി, തെറ്റുകളും കുറ്റങ്ങളുമായി കഴിയുന്നവരോട് ഒപ്പം എങ്ങനെയാണ് അവരോട് ദേഷ്യം പ്രകടിപ്പിക്കേണ്ടത് എന്ന വിഷയം. കുല്ലുഹും ഇത്തഫഖു അലാ ഇദ്ഹാരിൽ ബുഗ്ദി, എല്ലാവരും ഏകോപിച്ച കാര്യമാണ് അലാ ഇദ്ഹാരിൽ ബുഗ്ദി, ദേഷ്യം പ്രകടിപ്പിക്കണം, കോപം പ്രകടിപ്പിക്കണം. ലിൽ അലമത്തി വൽ മുബ്തദിഅത്തി വകുല്ലി മൻ അസല്ലാഹ ബിമഅസിയത്തിൻ മുതഅദ്ദിയത്തിൻ മിൻഹു ഇലാ ഗൈരിഹി. അക്രമികളോട്, മുബ്തദികളോട്, അതുപോലെ ചില തെറ്റുകൾ, ആ തെറ്റുകളുടെ പ്രത്യേകത എന്താണ്? കുല്ലുമൻ അസല്ലാഹ ബിമഅസിയത്ത്, ചില തെറ്റുകളുമായി അള്ളാഹുവിനോട് തെറ്റ് ചെയ്യുന്നു. എന്താണ് അതിന്റെ പ്രത്യേകത? മുതഅദ്ദിയത്തിൻ മിൻഹു ഇലാ ഗൈരിഹി, അത് മറ്റുള്ളവരിലേക്ക് വിട്ടുകിടക്കുന്നതാണ്, അവരോട് കോപം പ്രകടിപ്പിക്കണം. ഫഅമ്മാമൻ അസല്ലാഹ ഫീ നഫ്സിഹി, എന്നാൽ സ്വന്തം തെറ്റ് ചെയ്യുന്നവർ, ഫമിൻഹും മൻ നളറ ബിഐനി റഹ്മത്തി ഇലൽ ഉസാത്തി കുല്ലിഹിം, ഈ പറയപ്പെട്ട സലഫിന്റെ കൂട്ടത്തിലുണ്ട് മൻ നളറ, ചിലരൊക്കെ ചിന്തിച്ചത് ബിഐനി റഹ്മത്തി, കാരുണ്യത്തോടെ ചിന്തിച്ചവരാണ്, ഇലൽ ഉസാത്തി കുല്ലിഹിം, തെറ്റ് ചെയ്യുന്നവരോടൊക്കെ കാരുണ്യത്തോടെയാണ് അവർ ചിന്തിച്ചത്. വമിൻഹും മൻ ശദ്ദദൽ ഇൻകാറ വഖ്താറൽ മുഹാജറത, ചിലര് ഇൻകാറിനെ സെലക്ട് ചെയ്തവരുണ്ട്, ഇൻകാറിനെ ശക്തിപ്പെടുത്തിയവരുണ്ട്. വഖ്താറൽ മുഹാജറത, അവരവരോട് വിട്ടുനിൽക്കണം എന്ന് അഭിപ്രായപ്പെട്ടവരാണ്. ഫഖദ് കാന അഹ്മദ് ബിൻ ഹംബൽ, ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു യഹ്ജുറുൽ അകാബിറ ഫി അദ്നാ കലിമത്തി, മഹാനവറുകളുടെ ഒരു ശൈലി, ചെറിയൊരു വിഷയത്തിൽ പോലും വലിയ വലിയ ആൾക്കാരോട് വരെ പിണങ്ങും. ഹത്ത ഹജറ യഹ്യ ബിൻ മുഈൻ, യഹ്യ ബിൻ മുഈൻ വലിയ മഹാനാണ്, അറിയപ്പെട്ട ആളാണ്. യഹ്യ ബിൻ മുഈനിനോട് പിണങ്ങി. ഈ ഖൗലിഹി ഇന്നി ലാ അസ്അലു അഹദൻ ഷൈഅൻ, ഞാൻ ആരോടും ഒന്നും ചോദിക്കൂല. വലൗ ഹമല സുൽത്താനു ഇലയ്യ ഷൈഅൻ ലാ അഖദ്തുഹു, ഏതെങ്കിലും രാജാവ് എന്താ കൊണ്ടെത്തുന്ന ഞാൻ എന്ന് പറഞ്ഞു. അത് അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു വല്ലാതെ വിഷമായി, പിണങ്ങി. ഹജറൽ ഹാരിസുൽ മുഹാസിബി, ഹാരിസുൽ മുഹാസിബിയോട് പിണങ്ങി. ഫി തസ്നീഫിഹി, ഗ്രന്ഥം രചിച്ച വിഷയത്തിൽ, ഫി റദ്ദി അലൽ മുഅ്തസിലത്തി, മുഅ്തസിലത്തിനോട് എതിർത്തിട്ട് രചന നടത്തി. എന്നിട്ട് അതിൽ ഇങ്ങനെ പറഞ്ഞു, ഖാല ഇന്നക ലാ ബുദ്ദ അൻ തൂരിദ അവ്വലൻ ശുബ്ഹതഹു വതഹ്മില അന്നാസ അല തഫക്കുരി ഫീഹാ സുമ്മ തറുദു അലൈഹി. ആദ്യം അവരുടെ മോശമായ ആശയം ആദ്യം കൊണ്ടുവന്നിട്ട്, എന്നിട്ട് ജനങ്ങളെ അവരെ കുറിച്ച് മോശമാണ് എന്ന് പ്രേരിപ്പിച്ചിട്ട് എന്നിട്ട് എതിര് പറയണം. അല്ലാതെ അവരോട് പിണങ്ങൽ കുറഞ്ഞു പോകുന്നു എന്ന വിഷയത്തിൽ, എന്നിട്ട് ആ വിഷയത്തിലാണ്, അങ്ങനെ ചെയ്യാത്ത വകയിലാണ് പിണങ്ങിയത്. ഹജറ അബാ സൗർ, അബൂ സൗറിനോട് പിണങ്ങിയത് ഫീ തഅ്വീലിഹി ഖൗലഹു തആല, അല്ലാഹു തആലയുടെ ഈ ആയത്ത് വിശദീകരിച്ചതുമായി ബന്ധപ്പെട്ട്, ഇന്നല്ലാഹ ഖലഖ ആദമ അല സൂറത്തിഹി, ആദം നബി അലൈഹിസ്സലാമിനെ അള്ളാഹു
സൃഷ്ടിച്ചു അലാ സൂറത്തിഹി, ആ സൂറത്തിന്റെ മേൽ എന്ന് പറഞ്ഞ ആ ഒരു ഭാഗം. വഹാദാ അംറു യഖ്തലിഫു ബിഖ്തിലാഫി നിയ്യത്തി, ഇത് ഈ വിഷയം നിയ്യത്തിനനുസരിച്ച് വ്യത്യാസപ്പെടുന്നതാണ്. തഖ്തലിഫു നിയ്യത്തു ബിഖ്തിലാഫിൽ ഹാലി, നിയ്യത്ത് അവസ്ഥ അനുസരിച്ച് വ്യത്യാസപ്പെടുന്നതാണ്. ഫഇൻ കാനൽ ഗാലിബു അലൽ ഖൽബി, അവിടെ മനസ്സിൽ കൂടുതലും വരുന്നത് അന്നദറു അൻ ഫഇൻ കാനൽ ഗാലിബു അലൽ ഖൽബി അന്നദറ ഇലാ ഇദ്തിറാറിൽ ഖൽഖി വഅജ്സിഹിം വഅന്നഹും മുസഖറൂന ലിമാ ഖുദ്ദിറൂ ലഹു ഔറസ ഹാദാ തസാഹുലും ഫിൽ മുആദാതി വൽ ബുഗ്ദി വലഹു വജ്ഹുൻ. അവിടെ ഈ ഇതിനെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത്, ദേഷ്യം പ്രകടിപ്പിക്കുക എന്ന് പറയുന്നത് നീയത്തിനനുസരിച്ച് വ്യത്യാസപ്പെടും. ഈ ദേഷ്യം പ്രകടിപ്പിക്കുന്ന സമയത്ത് ആളുടെ നീയത്ത് എന്ത് എന്നതനുസരിച്ചാണ് വിഷയങ്ങൾ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ദേഷ്യം പ്രകടിപ്പിക്കുക എന്ന് പറയുന്നത് പല അവസ്ഥയിലും മാറും. അതായത് ദേഷ്യം പ്രകടിപ്പിക്കുന്നതിന്റെ ലക്ഷ്യം എന്താണ്? അത് അള്ളാഹുവിന്റെ ദീനിന്റെ സംരക്ഷണത്തിന് വേണ്ടി ഒരു മനുഷ്യനിൽ നിന്നുണ്ടാകേണ്ട സമീപനങ്ങൾ, ആ സമീപനങ്ങൾ പരസ്പര ബന്ധങ്ങളിൽ ഉണ്ടാകേണ്ട സമീപനങ്ങൾ, അതാണ് വിഷയം. അത് തഖ്തലിഫു നിയ്യത്തു, ആ നിയ്യത്ത് തന്നെയും ബിഖ്തിലാഫിൽ ഹാലി, ഏതവസ്ഥയിൽ എവിടെയാണ് പിണക്കം സംഭവിക്കുന്നത് എന്നനുസരിച്ച് നിയ്യത്തൊക്കെ മാറും. ഫഇൻ കാനൽ ഗാലിബു അലൽ ഖൽബി അന്നദറ, മനസ്സില് മികച്ചു നിൽക്കുന്നത് അന്നദറ ഇലൗതുറാറിൽ, അന്നദറ ചിന്തയാണ്. എന്താണ് ചിന്ത? ഇലൗതുറാറിൽ ഖൽഖി, നമ്മുടെ ഈ പെരുമാറ്റം കൊണ്ട് മനുഷ്യന്മാർക്ക് നിർബന്ധിതമാകണം. അജ്സിഹിം, അവർക്ക് പറ്റാതാകണം. അതായത് മോശമായ അവരുടെ പ്രവണതകൾക്ക് പറ്റാതായി പോകണം. വഅന്നഹും മുസഖറൂന ലിമാ ഖുദ്ദിറൂ ലഹു, ഓരോരുത്തരും കണക്കാക്കപ്പെട്ടതിന് അവർ മസ്ഹൂറാണ്, അവര് അതിന് വിധേയരാണ്. പലപ്പോഴും കണക്കാക്കപ്പെട്ടതിലേക്ക് അവരെത്തും. അതുകൊണ്ട് നമ്മളെ ശ്രമം നമ്മൾ നടത്തുക എന്നുള്ളതിൽ ഉപരി അതിൽ കവിഞ്ഞൊന്നും വേണ്ട. ഔറസ ഹാദാ തസാഹുലും ഫിൽ മുആദാതി വൽ ബുഗ്ദി വലഹു വജ്ഹുൻ. ഈ സംഗതികളൊക്കെ ഇത് കൊണ്ടുവന്നിരിക്കുന്നത് ഒരു മുആദാത്തിന്റെ വിഷയത്തിൽ, ശത്രുത കാണിക്കുന്ന വിഷയത്തിൽ ഒരു തസാഹുൽ, അതില് ഒരു എളുപ്പം കാണിക്കൽ വേണം. എന്ന് പറഞ്ഞാൽ അത് ഓവറായി പോകരുതെന്ന് പറയണം. വലഹു വജ്ഹുൻ, അതിന് പല ന്യായമുണ്ട്. വലാകിൻ ഖദ് തൽതബിസുൽ ബിഹിൽ മുദാഹനത്തു, ചിലപ്പോ ഇതൊന്ന് വല്ലാതെ കടുപ്പാക്കരുത് എന്ന് പറയുന്നതും മുദാഹനത്തും തമ്മില് ഇൽത്തിബാസ. മുദാഹനത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? മതവിഷയങ്ങൾ എങ്ങനെയായാലും കുഴപ്പമില്ല, നമുക്ക് പ്രശ്നമില്ല എന്ന ചിന്ത മുദാഹനത്താണ്. ഒരു തെറ്റ് നടക്കുമ്പോൾ ഒരു പ്രയാസവും ഇല്ല, ശരി നടന്നാലും കുഴപ്പമില്ല, തെറ്റ് നടന്നാലും കുഴപ്പമില്ല, അത് മുദാഹനത്താണ്. മുദാഹനത്തും ഈ തസാഹുലും തമ്മിൽ ചിലർക്ക് ഇൽത്തിബാസ് ആകും. അത് ഇൽത്തിബാസ് ആകരുത്, ഒരു വലിയൊരു വിഷയമാണ്. ഇൽത്തിബാസ് ആകുകയും ചെയ്യരുത്. വലാകിൻ ഖദ് തൽതബിസു ബിഹിൽ മുദാഹനത്തു ഫഅക്സറുൽ ബവാഇസി അലൽ ഇഗ്ളാഇ അനിൽ മആസി. ശരിക്ക് ഏറ്റവും ബായിസ് എന്താണ്? ഒരാളുടെ മോട്ടിവേഷൻ അതെന്തായിരിക്കണം? അൽ ഇഗ്ളാ, ഈ ദേഷ്യം പ്രകടിപ്പിക്കുന്നതിനോടുള്ള അതിന്റെ ഇതെന്താണ് ആകേണ്ടത്? അനിൽ മആസി, തെറ്റുകളോട്. അൽ മുദാഹനത്തു വ മുറാഅത്തുൽ ഖുലൂബി വൽ ഖൗഫു മിൻ വഹ്ശതിഹാ വ നഫാരിഹാ. അതായത് ഒരു തെറ്റിന് പ്രേരിപ്പിക്കുന്നത്, തെറ്റിലേക്ക് പോകാനുള്ള പ്രേരണ വരുന്നത് അങ്ങനെ ആയാലും കുഴപ്പമില്ല എന്നുള്ളൊരു തോന്നലാണ്. പലപ്പോഴും തെറ്റ് തെറ്റാണെന്ന് അറിയുന്നവർക്കും ചില മോശക്കാരുടെ കൂടെ കൂടുകയോ അല്ലെങ്കിൽ നല്ലവരുമായി അടുപ്പമില്ലാതിരിക്കുകയോ നല്ലതിന് അവസരം കുറയുകയോ ഒക്കെ ചെയ്യുമ്പോൾ അറിയാതെ ഒരു സ്ലോ ഇത് വരും, ഒരു പതുക്കപ്പോക്ക് വരും, ബുദ്ദ് വരും. ആ ഒരു ബുദ്ദ് വരുന്ന സമയത്ത്
എന്ത് ചെയ്യാണ്, അവരിൽ നിന്ന് സംഭവിക്കുന്ന ഒരു സംഗതിയാണ് ഒരു ഭയം. എന്താണ് ഭയം? ഇങ്ങനെയൊക്കെ ആയിട്ടില്ലെങ്കിൽ ഞാൻ ആൾക്കാരുടെ ഇടയിൽ ശ്രദ്ധിക്കപ്പെടൂല എന്നൊക്കെ ഉള്ള ഒരു തോന്നൽ. അപ്പോഴാണ് ചിലരൊക്കെ അതിന്റെയൊക്കെ ഭാഗം. ചില ഫാഷനൊക്കെ മക്കളൊക്കെ ഭ്രമപ്പെടുന്നത്, വിട്ടുപോകുന്നത് അങ്ങനെയാണ്. വൽ ഖൗഫ് അതാണ്. പിന്നെ വനഫാറുഹ, അതുപോലെ ആൾ ഒരു ഇത് വരികയാണ്, ഒരു അകൽച്ച വരികയാണ്. വഖദ് യൽബസു ശൈത്വാനു യുൽബിസു ശൈത്വാനു ദാലിക അലൽ ഗബിയിൽ അഹ്മഖ്. ചിലപ്പോൾ ഷെയ്ത്താന് തോന്നിപ്പിച്ചു കൊടുക്കും. എന്ത് തോന്നിപ്പിച്ചു കൊടുക്കും? വല്ലാതെ അഖലില്ലാത്തവന്. അഖലില്ലാത്തവന് എന്ന് പറഞ്ഞാൽ ഇവിടെ അഖല് എന്ന് വസാലിമാമ ഉപയോഗിക്കുക, അവന്റെ ആഖിറം സംരക്ഷിക്കാൻ കഴിയുന്നവനാണ് ആഖിൽ. അതില്ലാത്തവന് എന്താണ്? ഗബിയാണ്. ഈ ഗബിയും അഹ്മക്കുമായ ഒരാൾക്ക് പിശാച് തോന്നിപ്പിച്ചു കൊടുക്കുമ്പോ അന്നഹു യൻദുറു ബി ഐനിർ റഹ്മത്തി, അവന് ഇതിനൊക്കെ റഹ്മത്തിന്റെ കണ്ണുകൊണ്ട് നോക്കും. ومحك ذلك أن ينظر ومحك ذلك أن ينظر إليه بعين الرحمة إن جنى على خاص حقه. അവൻ അൻ യൻദുറ ഇലൈഹി ബിഐനി റഹ്മത്തി, കാരുണ്യത്തോടെ ചിന്തിക്കലാണ്. ഇൻ ജന, അവൻ തെറ്റ് ചെയ്താൽ, അലാ ഖാസി ഹഖിഹി, അവന്റെ ഹക്കിന്റെ മേൽ. വയഖൂലു, എന്നിട്ട് പറയും, ഇന്നഹു ഖദ് സുഖിറ ലഹു വൽ ഖദറു ലാ യൻഫഉ മിൻഹുൽ ഹദറു. അതായത് അവിടെ അവൻ തെറ്റ് ചെയ്യുന്നത്, അവന് തെറ്റിനു വേണ്ടി പടക്കപ്പെട്ടവനാണ്. അതുകൊണ്ട് വൽ ഖദറു ലാ യൻഫഉ മിൻഹുൽ ഹദറു, അങ്ങനെ കണക്കാക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അതിനെ നമ്മൾ ശ്രദ്ധിച്ചിട്ടൊന്നും കാര്യമില്ലല്ലോ. ഇതാണ് ഇബ്ലീസ് ഇവര് തോന്നിപ്പിച്ചു കൊടുക്കുന്നത്. കൈഫ ലാ യഫഅലുഹു, അവനങ്ങനെ അത് ചെയ്യാതിരിക്കും. വഖദ് കുതിബ അലൈഹി, അവനത് കണക്കാക്കപ്പെട്ടതാണ്. അത് ഇബ്ലീസിന്റെ തോന്നിക്കലാണ്. ഫമിസ്ലു ഹാദാ ഖദ് തസിഹു ലഹു നിയ്യത്തുൻ ഫിൽ ഇഗ്മാദി അനിൽ ജിനായത്തി അലാ ഹഖില്ലാഹി. അള്ളാഹുവിന്റെ ഹഖില് തെറ്റ് ചെയ്യുന്ന ഒരു സംഗതിക്ക് ഇങ്ങനെ ചിന്തിച്ചാൽ അവിടെ ഒരുപക്ഷെ അവൻ അങ്ങനെ കണക്കാക്കപ്പെട്ടതായിരിക്കും എന്ന് ചിന്തിച്ചാൽ ഒക്കെ തസിഹു. വൈൻകാന യഗ്താദു ഇൻദൽ ജിനായത്തി അലാ ഹഖിഹി, അവന്റെ ഹഖില് ഒരു തെറ്റ് ചെയ്യുന്ന സമയത്ത് വയതറഹമു ഇൻദൽ ജിനായത്തി അലാ ഹഖില്ലാഹി തആല, അവന്റെ ഹക്കിൽ ഒരു തെറ്റ് ചെയ്യുന്ന സമയത്ത് ദേഷ്യപ്പെടുകയും അള്ളാഹുവിന്റെ ഹക്കിൽ പിന്നെ ജിനായത്ത് കുറ്റം ചെയ്യുന്ന സമയത്ത് കാരുണ്യം കാണിക്കുകയും ചെയ്താൽ ഫഹാദ മുദാഹിൻ, അവൻ മുദാഹിനാണ്. മഗ്റൂറുൻ, അവൻ പെട്ടുപോയതാണ്. മിക്കീദത്തിൻ, അല്ലെങ്കിൽ മക്കീദത്തിൻ എന്നും പ്രയോഗിക്കാലല്ലേ. മിൻ മക്കായിദി ശൈത്വാൻ, അത് ഷെയ്ത്താന്റെ ചതിയിൽ പെട്ടുപോയാണ്. ഫല്യത്തനബ എന്ന് പറഞ്ഞാൽ ഗസാലിമാമ് ഇവിടെ സൂചിപ്പിക്കുന്ന വിഷയം എന്താ? ഒരു മനുഷ്യന് അള്ളാഹുവിന്റെ ദീനിന്റെ വിഷയത്തിൽ ഒരു മനുഷ്യന്റെ അടുത്ത് നിന്ന് ഒരു തെറ്റ് കാണുമ്പോൾ ആ തെറ്റിനോട് പ്രയാസമൊന്നും ഇല്ലാതിരിക്കുന്നത് മുദാഹനത്താണ്. അത് ഇബ്ലീസ് തോന്നിപ്പിച്ചു കൊടുക്കാണ്, അവൻ അതിന് പഴക്കപ്പെട്ടതാ, നിങ്ങൾ അവന്റെ പിന്നാലെ പോകണ്ട എന്ന് ചിന്തിക്കുന്നത് ശരിയാണ്. മറിച്ച് ആ ഒരു മനുഷ്യനോട് ആ തെറ്റ് ചെയ്യുമ്പോൾ തെറ്റിനോട് പ്രയാസം തോന്നുകയും അവനെ മോചിപ്പിച്ചെടുക്കണം എന്ന ചിന്ത വരികയും ചെയ്യുന്നത് അതൊരു നല്ല ചിന്തയാണ്. അതിനാണ് ബുഗ്ദ് എന്ന് പറയുന്നത്. അത് ശരിയല്ല എന്ന് തോന്നും. അതേസമയത്ത് അതിൽ യാതൊരു വിഷമവും ഇല്ല, ഒരു പ്രയാസവും ഇല്ല. അത് ഓക്കെ, അത് ഉണ്ടാകണം, അങ്ങനെയാണ് ഉണ്ടാകേണ്ടത്. ഒരു പ്രയാസം ഇല്ലാത്തൊരവസ്ഥ ഉണ്ടാകരുത്, പ്രയാസം വേണം. എന്നിട്ട് എന്ത് വേണം? അവനെങ്ങനെ രക്ഷപ്പെടുത്താൻ വേണ്ടി പ്രവർത്തിക്കേണ്ട രീതികൾ ശേഷം ഗസാലിമാമ് പറയുന്നുണ്ട്. ഒരാളോട് എന്തൊക്കെയാണ് സമീപിക്കേണ്ടത്. വിശാലമായ ഇനിയും ചർച്ചകൾ വരുന്നുണ്ട്. ഇപ്പൊ നമ്മൾ കുറഞ്ഞ ഭാഗം ചർച്ച ചെയ്തു. ഈ ഭാഗത്ത് പറയുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയം, മുദാഹിനാകരുത്, തഫാഹുലു വേണം, ഒരു എളുപ്പം ചെയ്യൽ വേണം. എളുപ്പം ചെയ്യൽ വേണം എന്ന് പറഞ്ഞാൽ ഒരുത്തനെ ബഷിറു വലാ തുനഫിറു എന്ന് പറഞ്ഞ രീതിയിൽ, ഇതങ്ങൾ അങ്ങനെയാണല്ലോ പറഞ്ഞത്, ആ രീതിയിലാണ് ഒരാളെ തെറ്റിൽ നിന്ന് കരകയറ്റുന്നത്. അല്ലാതെ ഒരു തെറ്റ് സംഭവിക്കുമ്പോഴേക്ക് അവരോട് വെറുപ്പ് കൊണ്ട് അവനങ്ങ് നശിപ്പിക്കുന്ന ശൈലിയല്ല വേണ്ടത്. അതാണ് തസാഹുലു ആണ് വേണ്ടത്. എന്ത് വേണ്ട? മുദാഹനത്ത് വേണ്ട എന്ന് പറയും. മുദാഹനത്ത് ഒരു തെറ്റ് ചെയ്താൽ ഒരു കുഴപ്പമില്ല, ഒരു പ്രശ്നവുമില്ല നമുക്ക് എന്ന് ചിന്തിക്കുന്ന ചിന്താഗതി മുദാഹനത്താണ്. അതേസമയത്ത് ഒരു തെറ്റ് സംഭവിക്കുമ്പോഴേക്ക് അയാളെ അടിച്ച് തകർക്കുന്നത് അത് പാടില്ല.
അയാളോട് മയത്തിൽ നമ്മളെ റൂട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നത് അത് തസാഹുലാണ്. ഇതാണ് വേണ്ടത് എന്നാണ് ഗസാലി ഇമാം ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇനി അവിടെ ഒരു വിഷയം കൂടെ പറഞ്ഞു നിർത്താം. ഫൈൻ ഖുൽത ഫഅഖല്ലു ദറജാതി ഫി ഇദ്ഹാരിൽ ബുഗ്ദി അൽ ഹജ്റു വൽ ഇഅറാദു വഖത്ഉ റിഫ്ഖി വൽ ഇആനത്ത്. ഏറ്റവും ബുഗ്ദ് ഫഅഖല്ലു ദറജാതി, ഏറ്റവും ലോ ഡിഗ്രി, താഴ്ന്നത്, ഈ ഇദ്ഹാരിൽ ബുഗ്ദി, ദേഷ്യം പ്രകടിപ്പിക്കുന്നതിൽ, അൽ ഹജ്റു ഒന്ന് പിണങ്ങലാണ്, വൽ ഇഅറാദു മാറി നിൽക്കലാണ്, വഖത്ഉ റിഫ്ഖി വൽ ഇആനത്ത് സഹായിക്കാതിരിക്കുക, അവനോട് പ്രത്യേകിച്ച് ഉപകാരമൊന്നും ചെയ്യാതെ മാറി നിൽക്കുക. ഇതൊരു ബുഗ്ദിന്റെ പ്രകടനത്തിൽ ഏറ്റവും സൂപ്പറാണ്. ഞാൻ പലപ്പോഴും വല്ലാതെ അനുഭവിച്ചൊരു സംഗതിയാണ്. ഇൻഷാ അല്ലാഹ് ഞാൻ ഇത് വായിച്ചു കഴിഞ്ഞിട്ട് പറയാം. ഫഹൽ യജിബു ദാലിക ഹത്താ യഅസുൽ അബ്ദു ബിതർക്കിഹി. ഇത് നിർബന്ധാണോ? ഫഹൽ യജിബു ദാലിക ഹത്താ യഅസുൽ അബ്ദു ബിതർക്കിഹി, അത് ഉപേക്ഷിച്ചുകൊണ്ട് അവൻ പ്രവർത്തിക്കുന്നത് വരെ. ഫഅഖുലു ലാ ലാ യദ്ഖുലു ദാലിക ഫീ ളാഹിറിൽ ഇൽമി. അത് ളാഹിറുൽ ഇൽമിൽ പെട്ടതല്ല, അത് ഒറ്റയടിക്ക് പറഞ്ഞു തീർക്കാൻ പറ്റുന്നതല്ല. ലാ യദ്ഖുലു ദാലിക ഫീ ളാഹിറിൽ ഇൽമി തഹ്ത തക്ലീഫി വൽ ഈജാബി. അതൊരു നിർബന്ധാണ് എന്നോ തക്ലീഫാണ് എന്നോ പറഞ്ഞു തീർക്കാൻ പറ്റുന്ന ഒരു സംഭവമല്ല. ഫഇന്നാ നഅലമു, നമുക്കറിയാം, അന്നല്ലദീന ശരിബുൽ ഖംറ, കള്ളു കുടിക്കുന്നവർ, തഅത്തൗൽ ഫവാഹിഷ, തഅത്തൗൽ ഫവാഹിഷ, തെറ്റ് ചെയ്യുന്നവർ, വഷളത്തരങ്ങൾ ചെയ്യുന്നവർ, ഫി സമാനി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വസ്വഹാബത്തി, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തും സ്വഹാബത്തിന്റെ ഒക്കെ കാലത്തും, മാകാനു യഹ്ജുറൂന ബിൽ കുല്ലിയത്തി, അവർ പൂർണ്ണമായിട്ട് പടങ്ങലില്ല, ബൽ കാനു മുൻഖസിമീന ഫീഹിം, അവർ പലതരത്തിലാണ് പെരുമാറാറ്. ഇലാമൻ യുഗ്ലിദുൽ ഖൗല അലൈഹി, ഒരു ഭയങ്കര കടുപ്പത്ത് പറയും ചിലർ, വയുദ്ഹിറുൽ ബുഗ്ദ ലഹു, ഭയങ്കര ദേഷ്യം പ്രകടിപ്പിക്കും, വൈലാമൻ യഅരിദു അൻഹു, ചിലര് മാറി നിൽക്കും, വലാ യതഅറദു ലഹു, അവന്റെ അടുത്ത് അങ്ങോട്ട് പോകൂല, വൈലാമൻ യൻദുറു ഇലൈഹി ബിഐനിർ റഹ്മത്തി, ചിലര് പാവം അവനും കൂടെ രക്ഷപ്പെടണമായിരുന്നു എന്ന് റഹ്മത്തോടെ ചിന്തിക്കും, വലാ യുസിറുൽ മുഖാത്തഅത വത്തബാഉദ, വല്ലാതെ അവനെ മാറ്റി നിർത്തുകയോ വല്ലാതെ പണങ്ങുകയോ ചെയ്യുക. ഫഹാദിഹി ദഖായിഖു ദീനിയ്യത്ത്, ഇതൊരു മതപരമായ ഒരു ചിന്തയാണ്. വളരെ മൈന്യൂട്ടായ, വളരെ ദഖീഖായ, വളരെ സൂക്ഷ്മമായി മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. തഖ്തലിഫു ഫീഹാ തുറുഖു സാലിക്കീൻ ലിത്വരീഖിൽ ആഖിറ, പരലോകത്തിന്റെ വിഷയം തിരഞ്ഞെടുക്കുന്നവർക്ക് ഇത് പല പോലെ ഉണ്ടാകും. വയകൂന അമലു കുല്ലി വാഹിദിൻ അലാ മാ യഖ്തദീഹി ഹാലുഹു വവഖ്തുഹു, അതൊരു സന്ദർഭവും സമയവും സന്ദർഭവും അനുസരിച്ചൊക്കെ അത് മാറും. മുഖ്തദൽ അഹ്വാലി ഫി ഹാദിഹിൽ ഉമൂരി, ഈ വിഷയത്തില് ഏറ്റവും ഈ കാര്യങ്ങളിലൊക്കെ സന്ദർഭോചിതമായ കാര്യം എന്താണ്? ഇമ്മ മക്രൂഹത്തുൻ ഔ മന്ദൂബത്തുൻ, ചിലപ്പോ മക്രൂഹത്താണ്, ചിലപ്പോ മന്ദൂബത്താണ്, അങ്ങനെയാണ്. ഫതക്കൂനു ഫി റുതുബത്തിൽ ഫളാഇൽ, അതൊക്കെ ചിലപ്പോ ഓരോരോ ഫളാഇലിന്റെ റുതുബയിലാ വരിക. അതുകൊണ്ട് വിധി പറയാൻ എന്തല്ല, വാജിബാണോ എന്ന് പറഞ്ഞ് തക്ലീഫ് പറയുന്ന ഒരു ബാബല്ല. വലാ തൻതഹി ഇല തഹരീമി വൽ ഈജാബി, അതൊരു തഹരീം ഈജാബിലേക്ക് പോകുന്നില്ല, ഹറാമാണ് നിർബന്ധമാണ് എന്ന് പറയുന്നതിലേക്ക് പോകുന്നില്ല, മറിച്ച് അതൊരു ഫളാഇലിന്റെ ബാബിലേക്കാണ് അത് പോകുന്നത്. ഫഇന്ന ദാഖില തഹ്ത തക്ലീഫി അസ്ലുൽ മഅരിഫത്തി ലില്ലാഹി തആല വ അസ്ലുൽ ഹുബ്ബി, ഇവിടെ തക്ലീഫിന്റെ ഇതിൽ വരുന്നത് എന്താണ്? അസ്ലുൽ മഅരിഫത്തി ലില്ലാഹി തആല, അള്ളാഹുവിന്റെ ആ ഒരു മഅരിഫത്തിന്റെ അസ്ല്, അതായത് അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് ഉണ്ടായിത്തീരുന്ന ഒരു ചിന്താഗതി. അത് ചിലപ്പോ മഹബൂബിങ്ങൾക്കുള്ളത് അങ്ങനെ തന്നെ മറ്റൊരാൾക്ക് കിട്ടൂല. അവിടെ തഅദ്ദി വരുന്നത് എവിടെയാണെന്നറിയോ? അത് ഭയങ്കര സ്നേഹം, വസ്തീലാഹു, ആ സ്നേഹം ഒരാൾക്ക് അങ്ങോട്ട് പിടിച്ചു പോവുക. ഫിൽ ഫത്വ, അതിനിട്ട് ഫത്വ കൊടുത്തിട്ട് കാര്യമില്ല, കാരണം അവനൊന്നും, അവൻ ആജിസ് ആയിരിക്കും, ആ ഒരു ഹുബ്ബ് പിടിച്ചു പോകും. ഫത്വയിൽ അത് വരൂല. അത് നമ്മൾ ശറഇന്റെ നിയമമായിട്ട് പറയുന്നതിൽ ഫി ഹഖ്ഖി അവാമിൽ ഖൽഖി അസ്ലൻ, ഖൽഖില് സാധാരണക്കാരുടെ വിഷയത്തിൽ തീരെയും വരില്ല. അതുകൊണ്ട് ഇതൊരു സ്വഭാവമായി, ഒരു പെരുമാറ്റ രീതിയായി ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതല്ലാതെ അതൊരു തക്ലീഫായിട്ട്, ഹറാമ് ഈജാബായിട്ടൊന്നും പറയണ്ട.
പക്ഷേ ഒരു പെരുമാറ്റത്തിൽ വളരെയേറെ ഫലപ്രദം. ഞാൻ ആലോചിക്കുകയാണ്, ഒരിക്കലും നമ്മളെ ഹാപ്പി സോണിന്റെ ഒരു പ്രോഗ്രാം നടക്കുമ്പോൾ ഒരു മാതാവിന്റെ ഒരു വിഷയം ശ്രദ്ധയിൽപ്പെടുന്നു. ലേഡീസിന്റെ ഒരു പ്രോഗ്രാം നടക്കുക. അതില് ഒരു 19-20 എങ്ങാനും വയസ്സുള്ള ഒരു ചെറുപ്പക്കാരന്റെ വിഷയമാണ് മകൻ. ഈ മകന് പിന്നെ മുഴു സമയവും ഫോണുമായിട്ടിരിക്കും. അവന് തോന്നുമ്പോ രാത്രിയൊക്കെ കൊണ്ട് പോയിട്ട് രാവിലെയൊക്കെ ചിലപ്പോ വരും. പിന്നെ ചിലപ്പോ ഭക്ഷണം കൊണ്ടാന്ന് പറഞ്ഞിട്ട് വീട്ടിലൊന്ന് ബഹളം വെക്കും. ചിലപ്പോ പിന്നെ ഈ മാതാവിനെ പിന്നെ പിന്നെ എവിടെയെങ്കിലും കയറ്റി കൊണ്ടുപോകും. ചിലപ്പോ ഒക്കെ എനിക്ക് ഇത്ര രൂപ വരണം എന്ന് പറയും. അത് കൊടുത്തിട്ടില്ലേ പ്രശ്നം. ചിലപ്പോ ഇന്ന് മന്തി ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ അന്ന് ഉണ്ടാക്കിയിട്ടില്ല, ഭയങ്കര കുലുമലെല്ലാം അടിച്ചു പൊളിക്കും. ഇങ്ങനെ ഭയങ്കര പ്രയാസമുള്ളൊരു മോൻ. അപ്പോ ഈ മോന്റെ വിഷയം വന്നപ്പോ എന്താണ് ചെയ്യേണ്ടത്? ഒരുപാട് മിസ്റ്റേക്ക് നേരത്തെ സംഭവിച്ചു. പക്ഷെ എന്നാലും ഇവിടുന്ന് അങ്ങോട്ടൊരു പരിഹാരം നോക്കണ്ടേ? പരിഹാരം ഇല്ല എന്ന് പറഞ്ഞു വിട്ടാൽ അത് ഭയങ്കര പ്രശ്നമല്ല. അപ്പൊ എന്ത് ചെയ്തു? ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, ഇന്നു മുതൽ ഒരക്ഷരം മകനോട് മിണ്ടാതെ, ഒരക്ഷരം മിണ്ടരുത്, പറ്റുമോ? അങ്ങനെ ചുരുക്കി പറയാം, തീരുമാനിച്ചു. ഒരക്ഷരം മിണ്ടാതിരിക്കുക, ദേഷ്യം പ്രകടിപ്പിക്കണ്ട, അതുപോലെ സ്നേഹം പ്രകടിപ്പിക്കരുത്, അങ്ങോട്ട് പോയിട്ട് ഒരു കാര്യം വിമർശിക്കുകയും ചെയ്യേണ്ട, ഒന്നും പറയാതെ. എത്ര ദിവസം? ഞാൻ പറഞ്ഞു ആദ്യം ഒരു 3 ദിവസം എന്നിട്ട് പറയാൻ പറഞ്ഞു. അങ്ങനെ ഒരാഴ്ച മിണ്ടാതിരിക്കുമ്പോഴേക്ക് മകന്റെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലൊക്കെ ഒരുപാട് മാറ്റം വന്നു. ഇതിനാണ് ഈ തസാഹുൽ എന്ന് അപ്പോഴത്തേക്ക് മാറ്റം വന്നു. ആ മാറ്റം വരാനുള്ള പ്രവർത്തനത്തിനാണ് ബുഗ്ദ് എന്ന് പറയാം. അല്ലാതെ അവരെ ഇൻസൾട്ട് ചെയ്യുക, അവരെ കുറിച്ച് മറ്റൊരാളോട് പറയുക, അങ്ങനെയൊക്കെ ചെയ്യുന്നതൊക്കെ ഒരു മിസ്റ്റേക്കാണ്. അതൊരു ഖൈറൊന്നുമല്ല. അതുകൊണ്ട് ഇത് മനസ്സിലാക്കാൻ പറ്റിയാൽ അൽഹംദുലില്ലാഹ് ഒരുപാട് മാറ്റം ഉണ്ടാകും. അതിന് പകരം ആരിൽ നിന്നെങ്കിലും ഒരു മഅസിയത്ത് വരുന്നു എന്ന് കാണുമ്പോഴേക്ക് അതിന് വലിയ പ്രശ്നം സൃഷ്ടിക്കുന്നതും കുഴപ്പം സൃഷ്ടിക്കുന്നതും അത് അപകടമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറ് ഉൾക്കൊള്ളാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് തുടർന്നും നമുക്ക് ഈ ബാബുകൾ മുന്നോട്ട് കൊണ്ടുപോകണം. റെക്കോർഡഡ് ആയ ഒരു ഭാഗം അഹ്വാലുൽ ഖൽബ്, അജായിബ് അഹ്വാലുൽ ഖൽബിന്റെ ഭാഗം വന്നിട്ടുണ്ട്. ഓൺലൈൻ ദർസിൽ ചേരാൻ പറ്റുന്നവരൊക്കെ ചേരുന്നത് വളരെ നല്ലതാണ്. ഇൻഷാ അല്ലാഹ് അള്ളാഹു നമുക്ക് എല്ലാവർക്കും നല്ല ചിന്തകൾക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. അള്ളാഹു നമ്മുടെ ഈ ഒരു സതുദ്യമം അവൻ പൊരുത്തപ്പെട്ട അമലായി സ്വീകരിക്കുമാറാകട്ടെ. വെള്ളിയാഴ്ച ദിവസം റബീഉൽ അവ്വൽ മാസം രാവിലെയുള്ള നല്ല ബറക്കത്തുള്ള സമയം. ഈ സമയത്ത് നമ്മൾ ഇൽമിന് വേണ്ടി ഒരുമിച്ച് കൂടിയത് അള്ളാഹു നമ്മെ അത് കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, നമ്മുടെ കൂട്ടുകുടുംബം, നമ്മുടെ പ്രിയപ്പെട്ടവർ, നല്ല കാര്യങ്ങളിലൊക്കെ നമ്മളോട് സഹകരിച്ച ഒരുപാട് പേരുണ്ട്. എല്ലാവർക്കും അള്ളാഹു എല്ലാ ഖൈറും ബറക്കത്തും തൗഫീഖും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമുക്ക് എല്ലാവർക്കും അള്ളാഹു ഹുസ്നുൽ ഖാത്തിമത്ത് നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.